don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. Maybe someday you'll have it your way. Maybe someday it'll all work out. Until then, nope, a nope, a nope, a nope, definitely nope, a nope, nope, a nope. Probably never, ever, 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 ever gonna happen. Oh no. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ജസ്റ്റ് ഒരു സൺഡേ വ്ളോഗ് എടുത്താണ്. കുറേ നാളായില്ലേ നമ്മൾ വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾ വെറുതെ സൺഡേ വീട്ടിൽ ഇരുന്നപ്പോൾ വിചാരിച്ചു ലുലുവിലൊന്ന് പോകാമെന്ന്. വെറുതെ ഒന്ന് കറങ്ങി നടക്കാനാട്ടോ. അപ്പം അവിടെ കുറേ ലെഹങ്കാസ് കണ്ടിട്ട് ലുലു സെലിബ്രേറ്റിലാണ് ഞാനിത് കണ്ടത്. വെഡ്ഡിങ്സിന് പറ്റിയതും എൻഗേജ്മെൻറ്റിന് പറ്റിയതൊക്കെ ഒരുപാട് നല്ല ഡിസൈൻസ് ലെഹങ്കാസ് ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ തിരക്കും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. വെറുതെ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. പിന്നെ ഒരു ക്ലാരസ് എന്ന് പറഞ്ഞ ജ്വല്ലറി ഉണ്ട് ലുലുവിൽ. അപ്പോൾ അവിടെയും ഒന്ന് കയറണം. ഞാൻ നേരത്തെ വർക്ക് ചെയ്ത ജ്വല്ലറി കേട്ടോ. ജസ്റ്റ് അവിടുത്തെ ഡിസൈൻസൊക്കെ ഒന്ന് കാണാൻ വന്നതാട്ടോ. വെറുതെ ഒരു നേരം പോക്കിന് വന്നതാണ്. സൺഡേ ഇവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് മടുത്തപ്പോൾ ഒത്തിരി നാളായി വന്നിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച് ലുലുവിലോട്ടാണ് വന്നത്. വെറുതെ ഒരു ടൈം പാസ്. നമ്മുടെ ക്ലാരസ് ജ്വല്ലറിലാണ് നിൽക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ വർക്ക് ചെയ്ത ജ്വല്ലറിയാണ്. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ആസിയോട് പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ നമുക്ക് ജസ്റ്റ് റിങ്സ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ മാം ഇതൊക്കെ എങ്ങനെ സ്റ്റാർട്ടിംഗ് റേഞ്ച്? ഇതെല്ലാം സ്റ്റാർട്ടിംഗ് റേഞ്ചാണ് ഒരു 4,000 മുതൽ 5,000 ഇടയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന റിങ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോൾ ഈ കാണുന്ന കളക്ഷൻസ് എല്ലാം 10,000 അകത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഗിഫ്റ്റിംഗ് ഓപ്ഷനായിട്ട് മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ള റിങ്സാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല ഡിസൈൻസ് ആട്ടോ. ഇത് വരുന്ന ഡയമണ്ട്സ് ആണ്. ഈ രണ്ട് സെക്ഷനാണ്. ഇതൊരു 11, 12 അകത്ത് വരുന്ന ഈ ഒരു രണ്ട് സെക്ഷൻ എല്ലാം സ്റ്റാർട്ട്. അതെ, ഡയമണ്ട്സ് വരുമ്പോൾ നാച്ചുറൽ ഡയമണ്ട്സ് തന്നെയാണ് നമ്മുടെ വരുന്നത്. കൊണ്ടുവരാൻ പോകുന്നത് അന്നത്തെ മാർക്കറ്റ് വാല്യൂൻ്റെ 100%. 1% പോലും ഡിപ്രിസിയേഷൻ വരില്ല. സാധാരണ ഈ ഡയമണ്ട്സ് വാങ്ങിക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഈ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഗോൾഡ് ഡയമണ്ട്സ് ആകുമ്പോൾ ഡയമണ്ടിൻ്റെ വാല്യൂൻ്റെ 100% എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അത് ഇവിടെ തന്നെ കൊണ്ടുവരാനല്ലായിരിക്കും കുറച്ചും കൂടി ബെറ്ററായിരിക്കും. അഥവാ മാമിന് തന്നെ ഏതെങ്കിലും നല്ലൊരു പ്രൊഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഡയമണ്ട് വാല്യൂ ഗോൾഡിൻ്റെ അന്നത്തെ മാർക്കറ്റ് വാല്യൂ അതേപോലെ 100% ആയിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അത് നമ്മൾ എവിടെയാണ് വാങ്ങിക്കുന്നത് അവിടെ കൊണ്ടുവരും. നല്ലത് ഗോൾഡാണെങ്കിൽ 18 ക്യാരറ്റ് ഗോൾഡാണെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും കൊടുക്കാം, വിഷയമില്ല. ഡയമണ്ട് ആകുമ്പോഴത്തേക്കും പർച്ചേസ് ചെയ്തെടുത്തായിരിക്കും കൂടുതൽ നല്ല വാല്യൂ കിട്ടുന്നതാണ്. സെമി പ്രഷ്യസ് ആണ്. നോർമൽ സിന്തറ്റിക്കും സെമി പ്രഷ്യസ് എല്ലാം സ്റ്റോൺസ് ആണ്. പ്രഷ്യസ് ആയിട്ട് വന്ന ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് 25-30 ഡേയ്സിനുള്ളിൽ നമുക്ക് കസ്റ്റമേഴ്സ് കൊടുക്കാം. അപ്പോൾ അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് എന്തെങ്കിലും ഡിസൈനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അല്ല വെഡ്ഡിങ്ങിനോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും. ഒരു 30 ഡേയ്സ് അല്ലേ, 30 ഡേയ്സിനുള്ളിൽ സംഭവം റെഡി ആയിരിക്കും. ജ്വല്ലറീസ് തന്നെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണം അല്ലെങ്കിൽ സ്റ്റോണൊക്കെ വ്യത്യാസം ഉണ്ട്, അതും ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ. ഇതെങ്ങനെ വരുന്ന ലെതർ അല്ലേ? ഇത് ലെതറാണ് വരുന്നത്. ലോക്ക് ഇട്ടാൽ നമ്മുടെ ഇത് ലോക്ക്ഡാണ് കേട്ടോ. ബാക്കിൽ നമ്മൾ വാച്ചസ് ഒക്കെ കെട്ടുന്ന പോലെയാണ്. വാച്ച് ഇടുന്ന പോലെ അത്യാവശ്യം ഉണ്ട്. ഇതാകുമ്പം മാമിന് ഇത് കുറച്ചും ലൂസാണ്, പക്ഷെ നമ്മൾ മാമിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം, കസ്റ്റമൈസ് ചെയ്തെടുക്കാം. കുറച്ചും കൂടി കൈ വീതി ഉള്ളത് കറക്റ്റ് ഫിറ്റായിട്ട് ബാൻഡ് പോലെ കിടക്കും. ഇതിങ്ങനെ പല കളറൊക്കെ ഉണ്ടോ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മളിൽ ഇതിന് തന്നെ ഒരു ബ്ലാക്കിൻ്റെ ലെതറിൽ വരുന്നത്. ഇതിന് ഏകദേശം റേറ്റ് ഒരു 30-35 ഇടയിൽ വരും. കാരണം ഓൾമോസ്റ്റ് 6 ഗ്രാംസിന് മുകളിൽ ഗോൾഡ് വരുന്നുണ്ട് ഇതിനകത്ത്. സ്റ്റോൺസ് എല്ലാം നോക്കണം. 30 ഗ്രാം 35 ആണ്. 35 ആ ഒരു ഇടയിൽ വരുന്ന ഒരു ബ്രേസ്ലെറ്റാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് അത് വർക്കിംഗ് വുമൻസിലൊക്കെ പറ്റിയ ഒരു ടൈപ്പ് ബ്രേസ്ലെറ്റാണ്. നല്ല ഭംഗിയുണ്ട്.
യോക്കിൽ വരുന്നത് ഇങ്ങനത്തെ കൊളുത്താണ്. നമ്മുടെ അളവിനനുസരിച്ച് ഇത് കസ്റ്റമൈസ് ചെയ്ത് തരും. ഇതിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് കുറച്ചും കൂടെ വീതിയുള്ള ആളുടെ വീതിയുള്ളത് കുറച്ചും കൂടെ നമ്മൾ കുറച്ച് ഒരു ഇഞ്ചും കൂടെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്താൽ മതി. നമ്മുടെ കയ്യിൽ ഇതേപോലെ ഡബിൾ സൈഡാണ്. ഡബിൾ സൈഡ് രണ്ട് രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ഡിസൈനൊക്കെ ഇഷ്ടമുള്ളത്. ഇതൊക്കെ ഡെയിലി യൂസിന് പറ്റിയതല്ലേ? പക്ഷെ കുറച്ച് ഡെലിക്കേറ്റാണ്. തിന്നായതുകൊണ്ട് കുറച്ച് ഡെലിക്കേറ്റ് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നന്നായി ലോങ് ലാസ്റ്റ് ചെയ്യും. പിന്നെ സ്ട്രോങ് ആണ്. പിന്നെ 18 ക്യാരറ്റ് ആകുമ്പോൾ കുറച്ചും ഡ്യൂറബിളാണ്. നിങ്ങളുടെ ഹെവി ആയിട്ടുള്ള ഡിസൈൻ ഇതൊന്നും സ്റ്റോണൊന്നും വരാതെ ഗോൾഡിൽ തന്നെ ചെയ്ത് വരുന്ന ബീഡ് വർക്കിൽ ചെയ്ത് വരുന്നതാണ്. 3 ലെയർ വരുന്നല്ലേ? കുറച്ചുകൂടെ ഒക്കെ ഹെവി ആയിട്ടൊക്കെ ഇഷ്ടമുള്ളത്. എന്നാൽ വലിയ ഹെവി ഇല്ല, കുറച്ച് കാണാനും മാത്രമുണ്ട്. അതുപോലത്തെ ടൈപ്പിൽ പ്രൈസ് ചെയ്തിട്ട് ഞങ്ങളിൽ മാക്സിമം ഒരു 8 ഗ്രാമിൻ്റെ അകത്തുള്ള പ്രൊഡക്ട്സ് മാത്രം ഉണ്ട്. 8 ഗ്രാംസിനുള്ള അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ആര് വന്നാലും ഏതെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് ആണ് കൂടുതലും ഉള്ളത്. ഓക്കെ. പിങ്ക് കളറും സ്റ്റോണാണ് കേട്ടോ. ഒരു പിയർ ടൈപ്പ് സ്റ്റോണായിരുന്നു. നെളുത്ത റൗണ്ട് സ്റ്റോൺ. വൈറ്റ് കളർ ഷർട്ടൊക്കെ ആണെങ്കിൽ കൈ വെച്ച് കാണിക്കുന്നത് രണ്ടുകൂടെ ഇതൊന്നും എടുക്കാവോ? പലത്
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൗണ്ട് കളർ പെൻഡൻറ്റ് വരുന്നൊരു ചെയിനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വളരെ രസമുണ്ട് കാണാൻ, സിമ്പിളായിട്ടുള്ള ഡിസൈൻ. മംഗൾസൂത്ര ടൈപ്പ് ഡിസൈനൊക്കെ ഇഷ്ടമുള്ളത് സിമ്പിളായിട്ട് ഇടണമെങ്കിൽ ഈ ഒരു ടൈപ്പ് ഡിസൈൻ എനിക്ക് ഇഷ്ടമാണ്. തീരെ ലൈറ്റ് വെയിറ്റ് ആണ്, അത്യാവശ്യം കുറച്ച് ലെങ്ത് താഴെ വേണം. ഈ ഒരു ലെങ്തിൽ ഇതിൻ്റെ പല പല ഡിസൈനും. ഞാൻ ഈ ഇട്ടേക്കുന്നതിൻ്റെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഡിസൈൻ ഈ കാര്യം ഇത് കുറച്ചുകൂടെ ഒരു ചെറിയൊരു വെയിറ്റ് ഒക്കെയാണ്. സിമ്പിളായിട്ടുള്ള ഹെവിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് വന്നാൽ ഉള്ള സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടുണ്ട്. കുറച്ചൊരു ചെറിയ ലോക്കറ്റൊക്കെ ആയിട്ടുള്ള ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് തിന്നായിട്ടുള്ള. ഇതിപ്പോൾ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ട് ഇടാൻ പറ്റുമോ? ഒരു റെഡ് കളർ ഡ്രസ്സോ ബ്ലാക്കോ ഒക്കെയാണ് നല്ലതായിട്ട് നല്ല തിളങ്ങി നിൽക്കും കേട്ടോ. ഈ ഒരു ഒറ്റൊരു ചെയിൻ ഇട്ടാൽ മതി, നല്ല ഭംഗിയാക്കി നമ്മുടെ ഫുൾ എൻ്റെ ലുക്ക് തന്നെ മാറി കിട്ടും. ഇതെന്ത് സംഭവം മെറ്റൽ ഇങ്ങനെ വരുന്നത്? ഇത് ഈവിളൈ മോഡലാണ്. ഈവിളൈ സ്റ്റോൺ നോർമൽ സ്റ്റോൺ തന്നെയാണ്. ഈവിളയുടെ തന്നെ പല മോഡലുണ്ട്. ഈ മോഡൽ വരുന്നുണ്ട്, സിമ്പിൾ വരുന്നുണ്ട്. ഓർഡർ വരുന്ന ഒരു കളക്ഷനാണ്. ചെറിയ ഡിസൈൻ സ്റ്റാറിൻ്റെ ഡിസൈൻ. തീരെ കുഞ്ഞു സ്റ്റാർസ് ആട്ടോ. എനിക്ക് അറിയത്തില്ല വീഡിയോയിൽ എത്രമാത്രം ഇത് ക്ലിയർ ആകുമെന്ന്. നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് മനസ്സിലാക്കുന്നു. എത്ര വിസിബിൾ ആവുമെന്ന് എനിക്കതിലെ ചെറിയ സ്റ്റാർസാണിത് സ്റ്റോൺ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പല മോട്ടീവ്സും ഉണ്ട് കസ്റ്റമൈസ് ചെയ്ത്. നമുക്കിപ്പോൾ സ്റ്റാർസ് അല്ല വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഈ സെയിം സൈസിൽ അവർ കസ്റ്റമൈസ് ചെയ്ത്. സോറി ഗൈസ്, മൈക്ക് എടുക്കാതെയാണ് വ്ളോഗ് എടുക്കാൻ പോയത്. എന്താ പറയുക, ക്ലാരസ് ജ്വല്ലറിൽ കൂടുതലും ലൈഫ് സ്റ്റൈൽ കളക്ഷൻസ് ഉള്ളത് കേട്ടോ. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള തിന്നായിട്ടുള്ള ഡിസൈൻസ് ഉള്ള ഒരുപാട് കളക്ഷൻസാണ് അവിടെ ഉള്ളത്. കൂടുതലും ഹെവി ആയിട്ടുള്ളത് കുറവാണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ. അതുപോലെ നമുക്ക് എന്താ പറയുന്നത്, ജ്വല്ലറി കാണുമ്പോൾ നമുക്കൊരു ക്യൂട്ട്നെസ് തോന്നുന്ന കുറേ ഡിസൈൻസ് ഞാൻ കണ്ടു. നമുക്ക് ഇട്ടാൽ നമുക്ക് നല്ല ലുക്കും തോന്നും. പക്ഷേ നമുക്ക് വീഡിയോയിൽ വിസിബിൾ അല്ല, നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് എപ്പോഴേലും ടൈം കിട്ടുവാണെങ്കിൽ ലുലു ചെല്ലുമ്പോൾ ജസ്റ്റ് ക്ലാരസ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. റേറ്റ് എത്തില്ല. 2 ഗ്രാമിലെ അല്ലേ? 2 ഗ്രാമിലൊക്കെ വരുന്ന റിങ്സ് ആകട്ടെ. ഇനാമൽ ഇതല്ലേ? ഇനാമൽ കോട്ടിംഗ് ഡിസൈനാണ്. നോർമൽ സ്റ്റോൺസ് ആണ്. ഡയമണ്ട്സിന്റെ സെയിം കട്ടിങ്ങും ഫിനിഷിങ്ങും എല്ലാം കൊടുത്തിട്ട് വരുന്ന നോർമൽ സ്റ്റോൺസ് ആണ്. ആ ഒരു ഷൈനിങ് ഒറ്റ റിങ് ആകട്ടെ, പക്ഷെ 2 റിങ്ങിൻ്റെ ലുക്ക് വരുന്നത് സിംഗിൾ റിങ് ആണ്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസൈൻസ് കുറച്ച് വിസിബിൾ ആയിരിക്കത്തില്ല, തീരെ മൈന്യൂട്ടായിട്ടുള്ള ഡിസൈൻസാണ് ഇവിടെ കൂടുതലും ഉള്ളത്. പിന്നെ റിങ്ങിൻ്റെ ഒരു വൈഡ് വെറൈറ്റി കളക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് ഏതിട്ടാലും നമുക്ക് ഇഷ്ടപ്പെടും, ഏതെടുക്കണമെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോൾ. അതുപോലെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് റിങ്സിൻ്റെ വലിയൊരു കളക്ഷൻസ് തന്നെയുണ്ട്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നോർമൽ സ്റ്റോൺ ഇങ്ങനെയല്ലേ, ജസ്റ്റ് കോർത്തിട്ടാൽ മതി അല്ലേ? ഏത് സൈസിലുള്ളവർക്കായാലും നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും, ഊരാനും ഇടാനും എളുപ്പമാണ്. ഇതൊക്കെ റേറ്റ് എത്രയാ? എത്ര ഗ്രാമാണെന്ന് പറഞ്ഞാലും മതി. 4.5 ഗ്രാമാണ്. 4.5 ഗ്രാമിൻ്റെ ഒരു ബാങ്കിലായിട്ട് വെറൈറ്റി ടൈപ്പ് ഡിസൈൻസ് ഒക്കെ. ഒരു കണ്ടംപററി സ്റ്റൈൽ മോഡലാണ്. ഗ്ലാൻസിൽ പൊതുവെ എപ്പോഴും അങ്ങനത്തെ ടൈപ്പാണ്. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്, ഹെവി അല്ലാത്ത. ഇപ്പം ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർ വന്നാലും അവർക്ക് ഇഷ്ടമാകില്ല. ഇന്നിപ്പോൾ നമ്മുടെ അമ്മമാർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു ഡിസൈനാണ്. ഇടാനും എളുപ്പമുണ്ട്, നല്ല എന്നാൽ കാണാനൊരു ലുക്കും ഉണ്ട്. ജസ്റ്റ് ഒരു സിംഗിൾ ഓർണമെൻറ്റ് മതി, അല്ല നമ്മുടെ ഫുൾ എൻ്റയർ ലുക്കിന് മാച്ചാണ്. എത്ര? 3 ഗ്രാമിൻ്റെ ബാഗ്. ഡയമണ്ട് ആണ്, അതാ ഇത്ര റേറ്റ് വരുന്നത്. പക്ഷെ കണ്ടാൽ പറയത്തില്ല ഇത് എങ്ങനെ ഇടുമെന്നുള്ളതല്ലേ. കാരണം ഇതിൻ്റെ ബാക്കിലൊന്നും കൊളുത്തുമൊന്നും ഇല്ല, നമ്മൾ ഇങ്ങനെ ഇടുന്ന പോലെ തോന്നും. ഇപ്പോഴത്തെ സൂചി ടൈപ്പ് ഒരു ട്രെൻഡ് വരുന്ന കേട്ടോ. ഈ ഒരു പോർഷൻ നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, കാരണം ഇതിൻ്റെ ഇടയിൽ വരുന്നതാണ്. ഈ ഡിസൈൻ വേണ്ട നമുക്ക് മാറ്റിയിട്ട് ഇത് തന്നെയാണല്ലോ യൂസ് ചെയ്യാറുള്ളത്. 3.5 ഗ്രാമിനൊക്കെ അടുത്ത് വേണ്ട ഇയറിങ്സ് ആണ്. കുറച്ചുകൂടെ ഹെവി ആയിട്ട്
അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി. ഞാനിവിടെ ആകട്ടെ നേരത്തെ വർക്ക് ചെയ്തത് പെരിന്തൽമണ്ണയിലുള്ള ഇവിടെ ഷോറൂമിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലുലുവിൽ വന്നപ്പോൾ ജസ്റ്റ് ഡിസൈൻസ് ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. പെട്ടെന്ന് അപ്പോൾ ക്ലാരസിൽ കയറുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ കേട്ടോ ശരിക്കും ഈ വ്ളോഗ് എടുക്കാൻ തന്നെ കാരണം. അപ്പോൾ സ്റ്റാഫൊക്കെ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു, എല്ലാവരും എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ചിനി ബാക്കി ഞങ്ങളുടെ കറക്കത്തിലോട്ട് പോവുകയാണ്. ഇങ്ങനെ നമ്മൾ ക്ലാരസിൽ നിന്ന് ഇറങ്ങി ഒരുപാട് സന്തോഷമായി അല്ലേ. എനിക്ക് ഒരുപാട് ഡിസൈൻ കാണുമ്പോൾ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. പുതിയ ടൈപ്പ് ഡിസൈനൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അല്ലേ. അങ്ങനെ നമ്മുടെ ക്ലാരസ് ജ്വല്ലറി ഇവിടെ കേട്ടോ. ലുലു മാളിൽ ഫസ്റ്റ് ഫ്ലോർ തന്നെയുണ്ട്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ജ്വല്ലറി സെക്ഷനിലോട്ട് വന്നാൽ മതി. ഇവിടെ ലോസ്കോയുടെ ബ്ലൂ സ്റ്റോണിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും ക്ലാരസ് ഡിസൈൻ ജ്വല്ലറി. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ അടുത്ത പരിപാടി വന്നതല്ലേ, അപ്പം ഫുഡ് കഴിക്കാം. സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് പോകണം. അമ്മയ്ക്ക് ഏതാണ്ടൊക്കെ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ലിസ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് അടുത്ത പരിപാടി എന്നാന്ന് നോക്കാം. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയില്ല കേട്ടോ. ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പായിരുന്നു, ഉച്ച സമയമായിരുന്നു. അപ്പോൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച് ഫുഡ് കോർട്ട് ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നല്ലായിരുന്നു. പിന്നെ കുറച്ച് സ്പേസ് ഉള്ള പിസ്സ ഹട്ടിലായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് എന്തൊക്കെയോ ഓർഡർ ചെയ്തു. വിശന്ന കൈയും കാണത്തില്ലെന്നാണല്ലോ പറയാറുണ്ട്. ഞാനൊരു പെപ്സിയും കുടിച്ചു. കാരണം ചേട്ടൻ എന്തൊക്കെയോ ഓർഡർ ചെയ്ത് വന്നപ്പോൾ എന്തോ ചിക്കൻ പീസും ഉണ്ടായിരുന്നു, 2 പിസ്സയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് സൂപ്പർ മാർക്കറ്റിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പം നാട്ടിൽ വിളിച്ച് ചോദിക്കുമ്പോൾ എന്ത് വേണം ചോദിക്കുമ്പോൾ അവർ പറയുന്നതാണ് വിക്സും ടൈഗർ ബാമും, പിന്നെ പ്രത്യേകിച്ച് ആക്സോ ഇല്ല കുഞ്ഞു കുപ്പി, അതൊക്കെ പറയുന്നതിന് ഇപ്പോഴൊരു ജസ്റ്റ് ഒരു മെമ്മറീസ് ആയിട്ട് ഓർക്കുക കേട്ടോ. ഓടിച്ചാടി ഞങ്ങൾ ചെന്ന് നോക്കിയ ടൈഗർ ബാമും വിക്സും ഒക്കെ കേട്ടോ. ജസ്റ്റ് വീട്ടിലോട്ടുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കാമല്ലോ എന്ന് വെച്ചാൽ ലുലുവിൽ വന്നത്. ഇനി വെറുതെ ഓരോ ചെറിയ സൂപ്പർ മാർക്കറ്റിൽ പോകണ്ടല്ലോ. അപ്പോൾ വരുമ്പം എന്നാണെങ്കിലും ഇവിടെ ഉപ്പോട്ട് കർപ്പൂരം വരെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ നോക്കി നടക്കുവാണ്. എങ്ങും കിട്ടാത്തൊരു സാധനം. അതിന് എത്ര രൂപയാ? 100 രൂപയുടെ മഞ്ചാടിക്കുലു. ബ്രൗൺ കളർ. ബ്രൗൺ അത് വേറെ എന്തുവാ? അത് കുബൂസല്ലേ? കുബൂസ് തന്നെ. വേറെ എന്ത്? മതിയോ? ദുബായിലെ ഓർമ്മ പുതുക്കാനാണോ? നമ്മൾ ലുലുമാളി എപ്പോ വന്നതാ? 10 മണിക്കൊന്നുമില്ലേ? 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 12:30 ആയപ്പോൾ ലുലുവിൽ വന്നെന്ന് തോന്നും. അങ്ങനെ നമ്മൾ ക്ലാരസിൽ പോയി വ്ളോഗ് എടുത്തു. നമ്മൾ ചോദിച്ചപ്പോഴേ സമ്മതിച്ചല്ലേ വ്ളോഗ് എടുക്കാനും ഒക്കെ കേട്ടോ. നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു സ്റ്റാഫും ഒക്കെ. ഒരുപാട് കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി അമ്മയ്ക്കുള്ളതൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. പിന്നെ ഇപ്പം അതേ 4 മണിയായി, ഒരു ജ്യൂസും കുടിച്ചിങ്ങനെ ഇരിക്കുക. പിന്നെ വണ്ടിയെ വന്ന് കുറേ നടന്നു മടുത്ത്. ഓണത്തിൻ്റെ ബഹളം ഉണ്ടല്ലേ? ഓണത്തിൻ്റെ ബഹളമാണോ അതോ ഇവിടെ ഈ നേരത്ത് തിരക്കാണോ എന്നറിയത്തില്ല.
ഓണത്തിൻ്റെ പരിപാടിയായിട്ട് സംബന്ധിച്ച് കുറേ പരിപാടികളൊക്കെ അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെജിറ്റബിൾസ് സൈഡിലല്ലേ, പിന്നെ കുറേ ലൈറ്റ് പോകുന്നു, കോൺസെൻട്രേഷൻ പോകുന്നു. പിന്നെ നമ്മൾ എന്നാ ഇനിയിപ്പം ഞങ്ങളുടെ 2 പേരുടെയും ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പം ഈ വർഷം അങ്ങനെ സർപ്രൈസ് ബർത്ത്ഡേയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബറിലും അനുജൻ്റെ ബർത്ത്ഡേ ഒക്ടോബറിലും. അപ്പം നമ്മൾ ചോദിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സ് മേടിച്ചു കൊടുക്കാമെന്ന്. അറിഞ്ഞുകൊണ്ട് തന്നെ മേടിച്ചു കൊടുക്കാൻ പോട്ടോ. കാരണം ഇനിയിപ്പോൾ ആ നേരം ആകുമ്പോൾ ഇനി ഇങ്ങോട്ടൊന്നും വരവൊന്നും നടക്കുകയില്ല. അപ്പം നമ്മളിപ്പം കുറച്ച് നേരം ഒന്ന് വണ്ടിയിൽ ഇരുന്നിട്ട് എവിടെയാണ് പോയി മേടിക്കുന്നത്? മാക്സിൽ പോയല്ലേ, മാക്സിൽ പോയിട്ട് എനിക്ക് ഇയാൾ മേടിച്ച് തരണം. ഞാൻ ഇയാൾക്ക് ഇതൊരു വെറൈറ്റിയാ. അതിന്റെ ബ്ലാക്ക് ആണോ ഇത്? ഇതിന്റെ ബ്ലാക്കാ ഇത്. ഈ ഗ്രീൻ കൊള്ളാവേ. ഇതോ ഇത് നല്ലത് വേറെ ഇല്ലേ? അവിടെയൊക്കെ മടക്കി വെച്ചേക്കുന്നത് നോക്കാൻ മേലെ നല്ല. ആ മടക്കി വെച്ചേക്കുന്ന നോക്ക്. അത് കഴിഞ്ഞ ദിവസം കിട്ടിയത് സെയിം ആയിട്ട് തോന്നും. ബ്ലൂ, ആ സെയിം ബ്ലൂ തന്നെയാ. അത് ഡിസൈൻ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു. വണ്ടിക്കകത്തോട്ട് കയറാൻ പോവാണ്. കുറേ നടന്നു. ഒരു മാസത്തേക്കിനുള്ള നടപ്പ് നടന്നിട്ടുണ്ട്. എല്ലാം മാറി കാണും. കൊളസ്ട്രോളും പ്രഷറും ഷുഗറും എല്ലാം. വണ്ടി എവിടെ കിടക്കുന്നത് നോക്കി കുറേ നടന്നു, കട നോക്കി കുറേ നടന്നു. അങ്ങനെ കുറേ നടന്നല്ലേ ഇന്ന്. ഡേ ഇൻ മൈ ലൈഫാണോ ഇനി എന്ത് വ്ളോഗാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഇന്ന് ചുമ്മാ ഞങ്ങൾ വെളിയിൽ പോയപ്പോൾ ഒരു വ്ളോഗ് അങ്ങ് എടുത്താ കേട്ടോ. അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം അല്ലേ. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം കേട്ടോ, കൊല്ലത്തോട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഞങ്ങളും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ. ടാറ്റ പറയുന്നില്ലേ?